അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ എന്നെ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പോകുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇന്നത്തെ പകൽക്കാലം അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം. ദൈവം ആരാ? ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ ദൈവം. ശത്രു വലവിരിച്ച് നമ്മെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് അവന്റെ വലയ്ക്കകത്ത് നമ്മെ ഒതുക്കി വെച്ച് നമ്മെ കൊന്നുകളയുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ദൂതായി പറയുന്നു, ദൈവം ഇറങ്ങി വന്ന് അവൻ നമ്മെ വിടുവിക്കും. ദൈവത്തിന്റെ സ്തോത്രം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ഇന്ന് പകൽക്കാലം ഈ പകൽക്കാലം നിങ്ങളെ വിടുവിക്കാനായിട്ട് പോവുകയാണ്. ശത്രു ഏതൊക്കെ നിലയിൽ നിങ്ങളെ ഒതുക്കി വെച്ചാലും ഇന്ന് പകൽക്കാലം ദൈവമോട് നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, 1, ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. 2, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. Who is our God? നമ്മുടെ ദൈവം ആരാ? അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ഞാൻ താണകുഴിയിലും കുഴിഞ്ഞ ചേച്ചിലുമായിരുന്നു, എന്നാൽ അവൻ എന്റെ വലങ്കരം പിടിച്ച് അവൻ എന്നെ ഉയർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ചില താഴ്ന്ന വേദനാജനകമായി തളർന്നു പോയ ചില കുഴിയിലകപ്പെട്ട അനുഭവമായിരിക്കാം. പക്ഷെ കർത്താവ് നമ്മുടെ കരുത്തെ പിടിച്ച് ഉയർത്താൻ പോവുക. ഓ സ്തോത്രം. നീ എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നിനക്ക് സ്ഥാനമാനങ്ങൾ തന്ന് ദൈവം നിന്നെ സിംഹാസനത്തിൽ ഇരുത്താൻ പോവുക. ദൈവം ഇതിലെ ശത്രുക്കൾ, അതെ നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ദാവീദിനെ വീട്ടിൽ നിന്നും മാറ്റി നിർത്തിയെങ്കിലും ദൈവം തന്റെ ഭക്തനെ അയച്ച് അതേ ദാവീദിനെ തിരിച്ചു വിളിച്ച് അഭിഷേകം ചെയ്തവനാണ് ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കി ദൈവം നിനക്ക് ചില സ്ഥാനമാനങ്ങൾ തന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. 3 പറയുന്നത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ദൈവം ആരാ? ഉത്തരമരുളുന്ന ദൈവമാണ്. മനുഷ്യരോട് ചോദിച്ചിട്ടും ലോകത്തോട് ചോദിച്ചിട്ടും വൈദ്യശാസ്ത്രത്തോട് ചോദിച്ചിട്ടും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചിട്ടും ഇന്നും നമുക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം, ലഭിക്കാത്ത ചോദ്യങ്ങൾക്കെല്ലാം ദൈവം ഉത്തരം നൽകുന്ന ദൈവമാ. സ്തോത്രം. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ ഉത്തരമരുളും. സ്തോത്രം. നിങ്ങളുടെ ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിയില്ല, നിങ്ങളുടെ സംശയങ്ങൾ ദൈവത്തോട് ചോദിയില്ല. ദൈവം അത് ഉത്തരം തരുന്ന ദൈവമാണ്. ആകയാൽ ഈ പകൽക്കാലം സ്തോത്രം, അതേ നമ്മെ വിടുവിക്കുകയും നമ്മെ ഉയർത്തുകയും നമുക്ക് ഉത്തരമരുളുകയും ചെയ്യുന്ന ഈ ദൈവം പോലെ വേറൊരു ദൈവമില്ല. ഈ ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളെ വിടുവിക്കാൻ പോകുക, അവൻ നിങ്ങളെ ഉയർത്താൻ പോകുക, അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചുകൊണ്ട് പകൽക്കാലം നിങ്ങളുടെ ജീവിത കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക. ദൈവം വിശാലത നൽകും, ഉത്തരമരുളും. അവൻ നിങ്ങളുടെ പ്രതികൂലത്തിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ കട്ടതയിൽ നിന്ന് ദൈവം അവൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ ശോധനയിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ രോഗത്തിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ കടഭാരത്തിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളും അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തോട് പറ്റിച്ചേർന്ന കർത്താവിന് മഹത്വം കരേറ്റി ഈ കർത്താവിനെ മാത്രം ആരാധിച്ച് മുൻപോട്ട് പോകുക. ദൈവം നിങ്ങളെ ഉയർത്തും, വിടുവിക്കും, ഉത്തരമരുളും. ഈ വചനം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതേ നിർത്തുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.